അതായത് ഒരു സ്ത്രീ പലപ്പോഴും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ്, അവൾ വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് ജോലി വേണ്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ജോലിക്ക് പോയി, ശരി. അപ്പം നമ്മുടെ പല ഇഷ്ടങ്ങളും അവിടെ അങ്ങ് ഒതുക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവിടെ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിർത്തി പോട്ടെ. ഇതിങ്ങനെ പോയി പിന്നെ മോനും മോക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജീവിത സമർപ്പണമായി മാറും. പക്ഷേ ഈ മോനും മോളെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ഒരു ടിപ്പിക്കലി ഒരു സ്ത്രീയാണ് പറയുന്നത് കേട്ടോ, ഏജിനെ അങ്ങനെ എടുക്കരുത്. 20-22 വയസ്സിലൊക്കെ ഒരു കല്യാണം കഴിഞ്ഞു, ആ പെൺകുട്ടിക്ക് ഒരു +2 വരെ ഇപ്പോൾ SSLCക്ക് ഓടി നടക്കുന്നു, +2 ഇതാവുന്നു, മക്കൾക്ക് മാർക്ക് കിട്ടിയേ പറ്റും. ഈ +2 ഒക്കെ കഴിയുമ്പോൾ പിന്നെ മക്കൾക്കോ അമ്മ, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ ഹോസ്റ്റലിലേക്ക് പോകുന്നു, അവർ വിദേശത്തേക്ക് പോകുന്നു. ഇവിടെയാണ് ഒരു സ്ത്രീ ഒറ്റപ്പെടുന്നത്. ഞാൻ പറയുന്നു ഏജ് 40 ഞാൻ എവറേജ് പറഞ്ഞതാണ്. ഏതൊരു സ്ത്രീയും അവരുടെ മക്കൾ ഒരു +2 വിദ്യാഭ്യാസത്തിന് ശേഷം അവരെ വിട്ടുപോവുകയോ, അല്ലെങ്കിൽ അവരടുത്തൊക്കെ തന്നെയുണ്ട്, പക്ഷെ അവർ അമ്മയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കരുതുന്നു. ഈ ഭർത്താവിൻ്റെ കല്യാണം കഴിച്ചൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കുക? ആ തുടക്കമുള്ള മോളെ കരള എന്നുള്ള ആ ഡയലോഗൊക്കെ വിട്ടു, പിന്നെ അങ്ങനെ 10-8 കൊല്ലമൊക്കെ ആയി. അപ്പം നമുക്ക് തോന്നും ഭർത്താവിൻ്റെ പഴയതുപോലത്തെ ഒരു സ്നേഹം കിട്ടുന്നില്ല. ഞാൻ പറയുന്നു ഒരു 90% സ്ത്രീകളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ പുറത്ത് പറയുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ എന്നാണ്. അപ്പം ഈ ഒരു സമയത്ത് ഈ ഒറ്റപ്പെടലിൽ നിന്നും, അതായത് ഒറ്റപ്പെടുന്ന ഞാൻ പറയുന്നത് ആരും ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ ലോങ്ങിലായിരിക്കും, മക്കളാണെങ്കിൽ അവിടെയാണ് ആ സ്ത്രീ അന്ന് ഞാൻ ഭരതനാട്യം പകുതിയാക്കി വെച്ചു, അന്ന് എനിക്കൊരു സിനിമയിൽ അവസരം കിട്ടിയിട്ട് ഞാൻ പോയിരുന്നു. ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ ഇവർ സപ്രസ് ചെയ്തിരിക്കുന്ന, ഇവർ അടിച്ചമർത്തിയിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സ്ലോലി പൊങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും? കാര്യങ്ങൾ എപ്പോഴും കൈവിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർ തള്ളച്ചി, ഓക്കെ ഈ പ്രായത്തിലാണോ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ പോകേണ്ടത്, ഓൾക്ക് ഇപ്രായത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിൽ ഇവരെ സമൂഹം കാണാൻ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പ്രശ്നം വരും. ഞാൻ മനസ്സിലാക്കിയത് ഇതേ പ്രശ്നമാണ് ഈ ആതിരയുടെ മകൾ അഞ്ജലി എന്ന സിനിമയിൽ ആ ആതിര എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നം. കാരണം അവർക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു കുടുംബം വേണമെന്ന്, ഒരുപാട് പ്രായമായിട്ടില്ല, പക്ഷേ ഇതിന് സമൂഹം എങ്ങനെ കാണും? കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണ്, വലിയ മോളുണ്ട്. അതേസമയം ഒരു പുരുഷൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നത് 20-25 കാരണം ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. സ്ത്രീൻ്റെ അവസ്ഥയല്ല, ഒരു പുരുഷനെ വരുന്നത്. പുരുഷന് ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിംഗ് ആണ് വരുന്നത്. കാരണം ജോലി, അതിപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണത്തിന് വരുമ്പോൾ മോനെന്തുണ്ടെന്ന് നോക്കും. അതിപ്പോൾ 20 തന്നെ ആവണമെന്നില്ല, 22-28 വരാം. അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ ഒരു MBA ആണ്, അല്ലെങ്കിൽ നിങ്ങൾ MC ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു MBBS ആണെങ്കിൽ പോലും MBBS MD കഴിഞ്ഞു, ഇനി എവിടെ ഞാൻ ഒരു പേരെടുത്ത ഒരാളാവണ്ടേ. നിങ്ങൾ LLB ആണ്, പക്ഷെ ഒരു പേരെടുത്ത വക്കീലാവണ്ടേ, അല്ല വലിയ ഡിഗ്രി ഉണ്ട്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ കൂടുതൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടല്ല, ഒരാളെ മുന്നിൽ എന്താ നിങ്ങൾക്ക് ജോലി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇതാണ് അമ്മ ഇതാണെന്നല്ലോ. അവിടെ ആ ജോലി കിട്ടുന്ന പീരീഡ് വരെ, നിങ്ങളുടെ എഡ്യൂക്കേഷന് ശേഷം ജോലി കിട്ടുന്ന ഒരു പീരീഡ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ പെണ്ണ് കിട്ടുന്ന സമയം വരെ, ഞാൻ പറഞ്ഞത് നിങ്ങളെ കല്യാണം വരെ, കല്യാണത്തിനോടുള്ള ഇതല്ല, കല്യാണം വരെ, നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കല്യാണം വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത്രയും സ്ട്രഗിളിങ് അവർ മൊത്തം ലൈഫിൽ ചെയ്യുന്നില്ല, പിന്നെ അവരൊരു സ്വാഭാവികതയിലാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ആ സ്ട്രഗിളിങ്ങിനെ അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല. ഒരാളോട് പുറത്ത് ചോദിക്കുമ്പോൾ എന്താ ജോലിയൊന്നും ആയില്ലേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് എന്തേ തിരിച്ചു വന്നതല്ല, എനിക്ക് അത് ശരിയാവുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, നോക്ക് കല്യാണാലോചന വരുമ്പോൾ ചെക്കനെന്താ ജോലി, അല്ല അച്ഛനും അമ്മയോ വലിയ വീടുണ്ട്, വലിയ വീടൊക്കെ ഉണ്ടായിക്കോട്ടെ, പണി എന്താണെന്ന് ചോദിക്കും. അതിനൊരു ഉത്തരം പറയലാണ് ഒരു പുരുഷൻ്റെ എതിരെ ഒരു സ്ത്രീ എന്നാണ്. അപ്പോൾ പുരുഷൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് സിനിമ വെക്കാം. ഇപ്പോൾ ഇത് സ്ത്രീകളുടെ വരുന്നത്, ഇത് വളരെ സീരിയസ് പ്രശ്നമായി വരികയാണ്. ഒരു ചെറിയൊരു കളവാണ്, പക്ഷേ ആ കളവിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതമായി മാറുകയാണ്. പുതുമയുള്ള പ്രമേയം ഇന്നേ വരെ മലയാള സിനിമയിൽ ഇന്നേ വരെ ആരും പറയാത്ത പ്രമേയം. ഭാര്യയുടെ അമ്മയെ പ്രണയിക്കുന്നു, ഇങ്ങനെ പ്രമേയം ഇന്നേ മലയാളത്തിൽ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സിനിമ ചെയ്യുമ്പോൾ, സിനിമ ചെയ്യുന്ന സന്തോഷിച്ച് തന്നെ ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും ക്യാമറ ഒഴിച്ചുള്ള എല്ലാ മേഖലയും ചെയ്യുന്നു എന്നാണ് എൻ്റെ അറിവ്. ക്യാമറ ചെയ്യാറില്ല, ബാക്കി എല്ലാ മേഖലയും എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. ഒരു സിനിമയുടെ സബ്ജക്ട് തരണം, ഇപ്പോൾ ഒരു സബ്ജക്ട് പറഞ്ഞല്ലോ, ഒരു സിനിമയുടെ സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറേ താരങ്ങൾ വേണം അല്ലേ? നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം പുതിയ ആൾക്കാരെയാണ്. അത് കണ്ടെത്താൻ പ്രയാസപ്പെടാറുണ്ട്? അതോ സന്തോഷത്തിന്റെ അടുത്ത് പറയുകയാണ് എനിക്ക് ആ അവസരം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്? സർ, ബി ഫ്രാങ്ക്, എൻ്റെ ആദ്യ സിനിമ കൃഷ്ണനും രാധയും എന്ന സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന കുറച്ച് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ചില ആളുകളോട് പറഞ്ഞു, എനിക്ക് ഒന്നാം തീയതി സിനിമാ രംഗമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അങ്ങനെ അവിടെ ഇവിടെയൊക്കെയുള്ള ഒരു
ക്യാമറമാൻ, അദ്ദേഹം പരിചയപ്പെടുത്തിയ ഒരാൾ ഇങ്ങനെ പോയതാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പുതുതായിട്ടൊരു കുട്ടി വരാം. ഹലോ, എനിക്ക് അഭിനയിക്കണം എന്നുണ്ട് സാർ. നിങ്ങളെ പേരെന്താ? സന്തോഷ് പണ്ഡിറ്റ്. സാർ ആരുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു? തീർന്നു. ഞാൻ ഒരു സിനിമ സെറ്റ് ഉണ്ടില്ല എന്നറിയാൻ പറ്റും കുട്ടീനോട്. ഞാനില്ല, ഞാനിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് സിനിമയാണ്. ആരും അസിസ്റ്റൻ്റ് ഒന്നായില്ല. ഇല്ല. ഇതേതാ ബാനർ? ഞാൻ ശ്രീകൃഷ്ണ ഫിലിംസ്. എൻ്റെ ബാനറാ. ഈ ബാനർ വേറെ ഏതെങ്കിലും പടം ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഏതെങ്കിലും സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരാളെ ഞാൻ കൺവിൻസ് ചെയ്യുന്ന ഇതിൽ എല്ലാം ഇല്ല എന്നാണ്. ഒരുപാട് ബുദ്ധിമുട്ടില്ല, എന്നാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിൽ ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചത്. പക്ഷേ അടുത്ത സിനിമ മുതൽ ഇങ്ങോട്ട് എന്തായി, പിന്നെ ഹലോ സന്തോഷ് പണ്ഡിറ്റാണ്. സന്തോഷ് സാറേ, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ എന്നാണ് ഇൻ്റർവ്യൂ കണ്ടു, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മലയാളി ഹൗസ് 2011 വന്നു, സൂര്യ TV-യുടെ. മലയാളി ഹൗസ് ഞാൻ സ്ഥിരം കാണുന്നിട്ട്, അയ്യോ നിങ്ങൾ ഔട്ടായപ്പോൾ എനിക്ക് വിഷമം തോന്നി, അല്ലെങ്കിൽ ഇങ്ങനെ സംതിങ്. അതല്ലെങ്കിൽ അവർ പറയും നിങ്ങളെ മറ്റേ സോങ് നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഫേസ്ബുക്കിൽ ഞാൻ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ഈ ആതിരയുടെ മകൾ അഞ്ജലിയൊക്കെ എത്തുമ്പോഴേക്കും എനിക്കൊരു രാജപാതയിലൂടെ, ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഞാൻ പറഞ്ഞത് രാജപാതയിലൂടെ നടക്കുന്നതുകൊണ്ടാണ്. ഇപ്പം നേരെ തിരിച്ചാണ് ഫേസ്ബുക്കിലൊക്കെ സന്തോഷ് സാർ. അപ്പോൾ ഇന്ന് പോലും കുറേ പേര് ഫോട്ടോ ഇട്ട് വന്നിട്ട് സന്തോഷ് സാറേ എനിക്ക് പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ പറയട്ടോ. അപ്പം നമുക്ക് ഇപ്പം നിലവിലുള്ളതിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതിലേക്ക് എത്തി. അതെ അത് വന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ 50 വർഷമായി സിനിമയിലുണ്ടെങ്കിലും ഇപ്പോൾ പുതുതായിട്ടൊരാൾ വരുമ്പോൾ സത്യമായിട്ടും നിങ്ങളൊരു ഡയറക്ടറാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് പഠിക്കും. കാരണം നമ്മളൊക്കെ പുറമേ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് എൻ്റെ വർക്കിൽ വന്നൊരു കുട്ടി പറയാം, സാർ എനിക്കൊരു നമ്മളതൊരു പുറമേ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്, എന്നാലും അപ്പം ഞാൻ എന്നെ സാറെ ഫിക്സ് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നെ വിളിച്ച സന്തോഷ് സാറിൻ്റെ കഴിഞ്ഞ സിനിമയിലെ നായികയാണ് കുട്ടി പറയും. എന്നോട് ഫ്രാങ്കായിട്ട് പറയും. ആ സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ ഞാനൊരു ഇതെടുക്കും കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഈ കുട്ടി മോളെ എങ്ങനെയുണ്ട്, എനിക്ക് സന്തോഷ് സാറിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് സെറ്റൊക്കെ എങ്ങനെയുണ്ട്, ഈ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയുണ്ട്, നമ്മൾ ഈ പുറമേ ഇതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ചോദിച്ചു. എടി നീ നിൻ്റെ വീട്ടിലിരിക്കുന്ന പോലെ ഉണ്ടാവും. എന്നോട് പറയാം, നിങ്ങൾ കഴിഞ്ഞ നായിക പറഞ്ഞ വാക്കാ, എടി നീ നിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ഇയാളെ സിനിമ സെറ്റിൽ. പിന്നെ പോകുമ്പോൾ കുറച്ച് ബുക്കൊക്കെ എടുത്തോട്ടോ, ഞാൻ വെറുപ്പിക്കും 24. കാരണം എൻ്റെ സീനല്ലാത്ത സമയത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബുക്ക് എടുത്ത് വരാൻ പറയും. അപ്പം അങ്ങനെ ഒരു അവൻ എന്നാണ്ടും പറയും. ഞാൻ പറഞ്ഞു ശരിയല്ലേ, ഒരു ദിവസം 4 സീനാണ് എടുക്കുന്നെങ്കിൽ 2 സീനിൽ കുട്ടി ഉണ്ടാവും, 2 സീനിൽ കുട്ടി ഇല്ല. അപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഫേസ്ബുക്ക് ലൈവ്. എനിക്കിതൊക്കെ കാണും. ഞാൻ പറഞ്ഞേ അടുത്ത സീൻ്റെ നോക്കി സന്തോഷേട്ടാ എന്തിനാണ് പഠിക്കുന്നത്? +2 അല്ലെങ്കിൽ ഡിഗ്രി, അധികം പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഞാൻ പറയും നിങ്ങൾക്ക് ആ ബുക്ക് എന്തെങ്കിലും എടുത്ത് നോക്കിക്കൂടെ, നിനക്ക് ആ സമയത്ത് പ്രൊജക്റ്റ് വാങ്ങിക്കൂടെ? കാരണം ചിലപ്പോൾ 10 മണി രാവിലെ കഴിഞ്ഞാൽ പിന്നെ 4 മണിയായിരിക്കും. ഈ കുട്ടിക്ക് തിരിച്ചു പോകാനും പറ്റൂല. അങ്ങനെ തന്നെ ഈ 10 മുതൽ 4 മണി ഒരു മനുഷ്യൻ വെറുതെ വേണം. ഒരു പെൺകുട്ടീനോട് വെച്ചു, ഈ രാവിലെ സമയത്ത് ആരെയും പഠിക്കുമോ? അവിടെ എന്തേ രാവിലെ പഠിച്ച് എന്തേ ആകുമോ വെച്ചു. അതല്ല ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, രാവിലെ പഠിക്കാം, മര്യാദ ഇരുന്ന് പഠിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെ